ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ലക്ഷറി പെർഫ്യൂംസാണ്. ഇതാർക്കെങ്കിലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങി ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങാൻ ഇപ്പം എന്ത് സാധനമാണ് ഏറ്റവും കൂടുതൽ വാങ്ങാൻ ഇഷ്ടമെന്ന് ചോദിച്ചാൽ പെർഫ്യൂംസാണ്. അത് ഞാൻ പൈസ ചിലപ്പോൾ നോക്കാതെ എനിക്കിഷ്ടപ്പെട്ട മണം കിട്ടിയാൽ ഞാൻ വാങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ള ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം. അത് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഗുച്ചിയുടെ ഫ്ലോറ. ഇത് പർപ്പിൾ കളർ വൺ. ഇത് എനിക്ക് തോന്നുന്നു ഇത് ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, പർപ്പിൾ ഉണ്ട്. ഗുച്ചി ഫ്ലോറ വൺ ഇതെനിക്ക് വളരെ, ഞാൻ 3 സ്മെല്ലും അടിച്ച് നോക്കിയതിൽ കുറച്ച് എനിക്ക് എപ്പോഴും ലൈറ്റായിട്ടുള്ള സ്മെല്ലാണ് ഇഷ്ടം. പിന്നെ ഫ്ലോറൽ സ്മെല്ലാണ് എനിക്കിഷ്ടം. ഇത് കറക്റ്റ് ഒരു ഫെമിനിൻ ടച്ച് ഉള്ളൊരു പെർഫ്യൂമാണ്. അപ്പോൾ വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് ആണിത്, ഗുച്ചി ഫ്ലോറ പർപ്പിൾ കളർ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്. നമ്മളിത് അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 24 ഹവറും ഇത് നിൽക്കാറുണ്ട്. നമ്മൾ ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ പോലും അതായത് രാവിലെ ത്രൂ ഔട്ട് ഇട്ട ഒരു ഡ്രസ്സ് നമ്മളിത് അടിച്ചിട്ട് പോയിട്ട് വൈകിട്ട് മാറുമ്പോൾ പോലും ആ ക്ലോത്തേ പോലും ആ സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇത് എല്ലാവർക്കും വാങ്ങി ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ്. കുറച്ച് എക്സ്പെൻസീവാണ്. ഇന്ത്യയിലെ മണി എനിക്കറിയില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ എപ്പോഴും ചെറിയ സൈസാണ് എടുക്കാറുള്ളത്. ഇതെനിക്കൊന്ന് 50 ml ഇവിടുത്തെ ഒരു വില വെച്ച് 160 എബവ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ആർക്കെങ്കിലും പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താലും ഞാൻ അതിൻ്റെ വില ഇടാം. ഇവിടെ കുറച്ചും കൂടെ നമുക്ക് കറക്റ്റായിട്ടുള്ള, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ലാത്ത കറക്റ്റായിട്ടുള്ള പെർഫ്യൂംസ് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിലയാകും. പിന്നെ സെക്കൻഡായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പെർഫ്യൂം കരോളിനയുടെ എ വെരി ഗുഡ് ഗേൾ പെർഫ്യൂമാണ്. ഇത് കരോളിന. ഇത് ഒരു ചെറിയ സൈസാണ്. ഞാൻ എപ്പോഴും ചെറിയ സൈസാണ് വാങ്ങി ഉപയോഗിക്കാറുള്ളത്. കാരണം വലുത് വാങ്ങിയിട്ട് എനിക്ക് സ്മെല്ല് അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കും. അപ്പം ഞാനിങ്ങനെ കുറച്ച് ചെറിയ ബോട്ടിൽസ് ട്രൈ ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ഉപയോഗിക്കണം തോന്നുവാണെങ്കിൽ വലിയ ബോട്ടിൽ വാങ്ങും. അപ്പോൾ ഈ പെർഫ്യൂമും എനിക്കിഷ്ടമാണ്. ഇതിൻ്റെ സ്മെല്ലും എനിക്ക് തോന്നുന്നു ഇത് ഒരു ഫ്ലോറൽ സ്മെല്ലാണ്. ഫ്ലോറൽ സ്മെല്ല് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഫെമിനിൻ ടച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണിത്. ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ്. 24 ഹവർ നിൽക്കുന്ന ഒരു ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു തേർഡ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഗിവഞ്ചിയുടെ ഇറസിസ്റ്റിബിൾ പെർഫ്യൂം. ഗിവഞ്ചിയുടെ ഇറസിസ്റ്റിബിൾ പെർഫ്യൂമാണ്. ഇതും നല്ലൊരു സ്മെല്ലാണ് ഇതും കേട്ടോ. ഇതും നല്ല സ്മെല്ലാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു ഹാർഡാണ്. നമ്മളപ്പം സ്പ്രേ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ചേ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ ഹെഡേക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഹെഡേക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് നിൽക്കും. നമ്മളിത് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് അത് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു സ്മെല്ലാണ്. ഇതിൻ്റെ പിന്നെ സ്മെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫെമിനൈൻ ആണെങ്കിൽ പോലും ഒരു റോസി മസ്കി സ്മെല്ലെന്ന് പറയും. ആ ഒരു ഫെമിനൈൻ ടച്ചുള്ള സ്മെല്ലാണ്. പക്ഷേ റോസി സ്മെല്ലും ഉണ്ട്, ഒരു പിന്നെ ഫ്ലോറൽ സ്മെല്ലെന്നും വേണേൽ പറയാം. സിമിലറാണ്. ആർക്കെങ്കിലും ഇത് കുറച്ച് ഹാർഡ് മണം ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതും കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പം ഇത് 3ഉമാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്ന് പറയുന്നത് ജിയോ അർമാനിയുടെ മൈ വേ. ഇതും നല്ലൊരു പെർഫ്യൂമാണ്. സത്യം പറഞ്ഞാൽ ഇത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ പെർഫ്യൂംസ് എല്ലാം എനിക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് അത് ഗുച്ചിയുടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് വളരെ ലൈറ്റായിട്ട് സെറ്റിലായിട്ട് ഇരിക്കുന്ന ഒരു സ്മെല്ലാണ്. എനിക്ക് ഹെഡേക്ക് മൈഗ്രെയിൻ ഉള്ള ആളായതുകൊണ്ട് അതെനിക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. പക്ഷെ ഞാൻ പറഞ്ഞ മറ്റേ ഗിവഞ്ചിയുടെ കുറച്ച് ഹെഡേക്ക് ആവും നമ്മൾ കുറച്ച് സ്മെല്ല് കൂടുതൽ സ്പ്രേ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതും നല്ലൊരു സ്മെല്ലാണ്, മൈ വേ ജിയോ അർമാനി. നല്ലൊരു സ്മെല്ലാട്ടോ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങി ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് അടുത്തത് എൻ്റെ കയ്യിലുള്ള ഒരു കളക്ഷൻ. പിന്നെ ഞാൻ പറയുവാണെങ്കിൽ ലാൻകോമിൻ്റെ ഒരു സ്പ്രേ ആണ്. ലാൻകോമിൻ്റെ ഇത് നിങ്ങൾ നാട്ടിലുള്ള
മറ്റ് യൂട്യൂബേഴ്സൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ സ്മെല്ല് ഈ ബോട്ടിൽ കാണുമ്പോഴേ അറിയാം ഞാനിത് എന്തോരം യൂസ് ചെയ്തിട്ടുണ്ടെന്നല്ലേ, തീരാറായി. അത്ര നല്ലൊരു സ്മെല്ലാണിത്. നല്ലൊരു സ്മെല്ലാണ്. ലാൻകോമിൻ്റെ അതേപോലെ തന്നെ വേറൊരു സ്മെല്ല് കൂടി എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു ബോട്ടിൽ ഇതിൻ്റെ നമ്പർ, അതായത് ഇത് ഏത് നമ്പറാണെന്ന് എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ ഇത് കമൻറ്റ് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലിടാം. ഇത് രണ്ടും ലാൻകോമിൻ്റെയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് പെർഫ്യൂം ഇവിടെ ഓസ്ട്രേലിയ വന്നിട്ട് വാങ്ങിയിട്ടുള്ള സമയത്ത് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പേര് ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ രണ്ടും ലാൻകോമിൻ്റെയാണ്. ഇതിനേക്കാളും ബെസ്റ്റ് ഈ ഒരു ബോട്ടിലാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഏതാണ്, ഏത് ഫ്രാഗ്രൻസ് ആണെന്നോ ഏത് ടൈപ്പ് ആണെന്നോ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാനതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ലാൻകോമിൻ്റെയാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫ്യൂം ക്ലോയിയുടെ പെർഫ്യൂമാണ്. ഇതും നല്ലൊരു മണമാണ്. ഇത് എൻ്റെ കയ്യിലുള്ളതെല്ലാം ഒരു ഫ്ലോറൽ സ്മെല്ലുള്ളതാണ് കേട്ടോ. ഫ്ലോറൽ സ്മെല്ലും ഫെമിനൈൻ ടച്ചും ഉള്ള സ്മെല്ലാണ്. കാരണം ഞാൻ അത്ര ഹാർഡായിട്ടുള്ള സ്മെല്ല് എനിക്ക് ഹെഡേക്ക് ഉള്ളതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് ലൈറ്റായിട്ടുള്ള സ്മെൽസാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഞാൻ വാങ്ങുന്നത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതിൽ ഡിയോറിൻ്റെ പോയ്സൺ ഗേൾ. ഈ ബോട്ടിൽ കണ്ടാൽ അറിയാൻ തീരാറായി. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ 7 ഇയേഴ്സോളമായി. പക്ഷേ ഇപ്പോഴും എൻ്റെ കയ്യിലത് കണ്ടില്ലേ, ബാക്കി ഇത്രയും ഉണ്ട്. പക്ഷേ ഞാൻ ഇനി ഇത് വാങ്ങുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ വാങ്ങില്ല. കാരണം എനിക്ക് അത്ര എൻ്റെ ഫേവറേറ്റ് അല്ല. ഞാൻ ഇത് വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്നൊരു പെർഫ്യൂമാണ്. അത്ര എനിക്കിഷ്ടമല്ല. ഡിയോന് വേറെ സ്മെൽസ് ഉള്ളതുണ്ട് നല്ലത്. ഞാൻ പക്ഷേ വാങ്ങി ട്രൈ ചെയ്തിട്ടില്ല. ഏതെങ്കിലും വാങ്ങി ട്രൈ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ഇതത്ര എൻ്റെ ഫേവറേറ്റ് അല്ല. ഇനി ഇത് വാങ്ങുമെന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങില്ല. അതാണ് എൻ്റെ ഒപ്പീനിയൻ. പിന്നെ ഷാനലിൻ്റെ കൊക്കോയുടെ ഷാനൽ പാരീസ് കൊക്കോ. ഇതും കുഴപ്പമില്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്മെല്ലാണ്. മറ്റേക്ക് ഞാൻ വളരെ റെയറായിട്ട് ഉപയോഗിക്കും. കാരണം അത് കുറച്ച് പ്രൈസ് കൂടുതലായതുകൊണ്ട് അത് എനിക്ക് പേടിയാണ്. അത് തീർന്നു പോകുമോ എന്നുള്ള പേടി ഉള്ളത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് കണ്ടില്ല. ഇത് മേടിച്ചിട്ട് ഞാൻ ഗിവൻസിയുടെയൊക്കെ വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ അങ്ങനെ നല്ലൊരു പരിപാടിക്കൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്ന കുറേ പെർഫ്യൂംസ് അതെല്ലാം. ഇതൊക്കെ പക്ഷേ ഞാൻ എവറിഡേ ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ്. പിന്നെ എനിക്ക് കോംപ്ലിമെൻ്റായിട്ട് കിട്ടിയിട്ടുള്ള വാലന്റീനോയുടെ ഒരു സ്മെല്ലിൻ്റെ ഇതൊരു ഗ്രീൻ കളർ ബോട്ടിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നല്ലൊരു സ്മെല്ല്. ഇനി ഞാൻ വാങ്ങുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങണമെന്ന് വെച്ചാൽ ഇത് അവർ സാമ്പിളായിട്ട് തന്നത്. പക്ഷെ നല്ല സ്മെല്ലാണ്. ഇതും 24 അവർ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആ ഒരു സ്മെല്ല് കാണും. പിന്നെ അതേപോലെ തന്നെ ഇത് ഒരു ലൈറ്റായിട്ടുള്ള ഒരു സ്മെല്ലാണ്. അപ്പോൾ ലൈറ്റ് സ്മെല്ല് എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇനി വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വാലന്റീനോയുടെ ആ ഗ്രീൻ ബോട്ടിൽ കളറ്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു ഹെയറിൻ്റെ ഒരു പെർഫ്യൂമാണ്. ഇത് ഷാനലിൻ്റെ ഹെയർ പെർഫ്യൂമാണ്. ഇത് വളരെ ലൈറ്റായിട്ടുള്ള വളരെ നല്ലൊരു സ്മെല്ലാണ്. നല്ല ഹെയറിന് അടിച്ചു കഴിഞ്ഞാൽ കുറേ നേരം നല്ലതായിട്ട് നിൽക്കും. ഇത് ഡയറക്റ്റായിട്ട് ഒരിക്കലും ഹെയറിൽ അടിക്കരുത്. കോമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ബ്രഷോ കോമ്പോ അതിൽ സ്പ്രേ ചെയ്തിട്ട് ഹെയർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഹെയറിന് നല്ലൊരു സ്മെല്ല് നിൽക്കും. ഇതും ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. കാരണം പെർഫ്യൂംസ് അടിക്കുന്നത് ഹെയറിന് അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പോലെ റെയറായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള പെർഫ്യൂംസ്, ലക്ഷറി ആയിട്ടുള്ള പെർഫ്യൂംസ്. പിന്നെ ഞാൻ കോമൺ ആയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം എന്ന് വെച്ചാൽ സാറയിൽ നിന്ന് മേടിച്ചിട്ടുള്ള അൾട്രാ ജ്യൂസി. ഈ പെർഫ്യൂമാണ് ഞാൻ വർക്കിനൊക്കെ പോകുമ്പോൾ മിക്കപ്പോഴും അടിക്കുന്നത്. അപ്പോൾ ഇതും കുഴപ്പമില്ലാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത് വലിയ ലക്ഷറി ഒന്നുമല്ല, നോർമലായിട്ടുള്ളൊരു പെർഫ്യൂമാണ്. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എസ്റ്റീ ലോഡറിൻ്റെ ഒരു
റെഡ് കളർ ബോട്ടിലിൻ്റെ ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. അത് തീർന്നുപോയി. അതും ഞാൻ എന്നും ഡെയിലി യൂസ് ചെയ്യുന്ന പെർഫ്യൂമായിരുന്നു. അത് നല്ലൊരു അത്യാവശ്യം അതും നല്ല ലക്ഷറി പെർഫ്യൂം ആണെങ്കിൽ പോലും നല്ല സ്മെല്ലാണ്. അപ്പം നമുക്ക് വർക്കിലൊക്കെ പോകുമ്പം അടിച്ചിട്ട് പോയാൽ ഇപ്പം ആർക്കും മറ്റുള്ളവർക്ക് അതൊരു ഹെഡേക്കായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. അല്ലെ ചില സ്മെല്ല് നമുക്ക് നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് പറയും ഭയങ്കര ഹാർഡ് സ്മെല്ലാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് ഹെഡേക്ക് ആവും. അപ്പോൾ അങ്ങനത്തെ സ്പ്രേ അല്ല എസ്റ്റീ ലോഡറിൻ്റെ ഒരു റെഡ് കളറ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ട സ്പ്രേ ആയിരുന്നു. അത് തീർന്നു പോയി. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള മെയിനായിട്ടുള്ള ലക്ഷറി പെർഫ്യൂംസ്. അപ്പോൾ ഇത് ഒരു ലേഡീസിന് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങി മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്ന കുറച്ച് ലക്ഷറി ബ്രാൻഡ്സിൻ്റെ പെർഫ്യൂംസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത് അറിയണം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും പോരായ്മകളോ ഞാൻ പ്രൊനൗൺസ് ചെയ്തതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യുക. ഞാനത് അപ്പോൾ പുതിയ വീഡിയോകളിൽ എനിക്കത് തിരുത്തി നല്ല വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പോൾ താങ്ക് യു ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഫോർ എവരിബഡി. എല്ലാവരും പുതിയ വർഷം നന്നായിട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുക, നന്നായിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്. താങ്ക് യു സോ മച്ച്. ബായ്.